السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العظيم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഭവനത്തിൽ നമ്മെ എല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാം ഒരുമിപ്പിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും എല്ലാ ദോഷങ്ങളും പടച്ചവൻ നമുക്കെല്ലാം പരിപൂർണമായി മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞ ഖബറുകളിലുണ്ടോ അവർക്കെല്ലാം സർവശക്തൻ റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും വിശിഷ്യ പ്രയാസപ്പെടുന്ന എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാരിലും അല്ലാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നോ നാളെയൊക്കെ കഴിഞ്ഞാൽ പരിശുദ്ധമായ റജബ് മാസം സമാഗതമാവുകയാണ്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ റജബ് ഒന്നായിരിക്കും. റജബ് മാസം വിശുദ്ധമായ റമദാനിന്റെ നറുമണം നമ്മിലേക്ക് എത്തുന്നൊരു മാസമാണ്. ഒരു സത്യവിശ്വാസിക്ക് 3 മാസത്തെ ഒരു പദ്ധതിയുണ്ട്. ഒരു വർഷത്തിൽ ഒരു തർബീയത്തിന്റെ, ഒരു ഇബാദത്തിന്റെ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വിശാലമായ പദ്ധതി. ആ 3 മാസത്തിൽ ഒന്നാമത്തെ മാസമാണ് റജബ് മാസം. അൽഹംദുലില്ലാഹ്, 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ റജബ് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് കഅന്ന സനത ഷജറ, ഒരു വർഷം അതൊരു വൃക്ഷം പോലെയാണ്. യൽഹറു ഔറാഖുഹാ ഫി റജബ്, ആ വൃക്ഷം തഴച്ചു വളർന്നതിന്റെ ഇലകൾ പ്രകടമാകുന്നത് റജബിലാണ്. വ തൽഹറു അസ്മാറുഹാ ഫി ശഅബാൻ, അതിന്റെ കായ്കനികൾ വരുന്നത്, അതിന് ഫലങ്ങൾ കായ്ക്കുന്നത് ശഅബാനിലാണ്. വ തുഖദു അസ്മാറുഹാ ഫി റമളാൻ, ആ ശഅബാനിൽ വന്ന കായ്കനികൾ, ഫലങ്ങളെ കൊയ്തെടുക്കുന്നത്, പറിച്ചെടുക്കുന്നത് റമളാനിലുമാണ്. മറ്റൊരാശയത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് റജബ് മാസം നന്മയുടെ വിത്തിറക്കേണ്ട മാസമാണ്. ശഅബാൻ ആ വിത്തിന് നല്ല നിലയിൽ വെള്ളവും വളവും കൊടുക്കേണ്ട മാസമാണ്. റമളാൻ ആ വിത്തിട്ട് തഴച്ചു വളർന്നു വന്ന ആ കൃഷിയിൽ നിന്ന് മുതലെടുക്കേണ്ട, കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ കൊയ്തെടുക്കേണ്ട മാസവുമാണ്. അപ്പോ റജബ് മാസത്തിൽ നമ്മൾ എത്ര നല്ല വിത്തിറക്കുന്നുവോ, എത്ര നല്ല നിലയിൽ നമ്മൾ കൃഷി തുടങ്ങുന്നുവോ, അതനുസരിച്ചായിരിക്കും റമളാനിൽ നമുക്ക് ഫലമുണ്ടാവുക. ഈ 3 മാസവും ഇതൊരു സർക്കിളാണ്. റജബും ശഅബാനും നമ്മൾ ഗൗരവത്തോടെ കൊണ്ട് കണ്ടാൽ മാത്രമേ പരിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമാവുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റജബിന്റെ പൊന്നമ്പിളി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദിക്കുന്നതോടെ നമ്മളൊക്കെ സന്തോഷത്തോടെ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ഒരു വാക്ക് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീരുന്ന ഒരു സന്തോഷം, അത് മതി അവന് രക്ഷപ്പെടാനെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സന്തോഷിക്കുന്നവരെ നമ്മൾ ചേർക്കട്ടെ. ആ ഒരു പ്രാർത്ഥന പിന്നെ 2 മാസം നീണ്ടു നിൽക്കുകയാണ്.
ബറക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പൊ ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, റജബ് മാസം തയ്യാറെടുപ്പിന്റെ മാസമാ, നല്ല നിലയിൽ വിത്തിറക്കേണ്ട മാസമാ. ആ വിത്തിറക്കുന്നത് എത്രത്തോളം വിജയകരമാകുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്, ഫലമുണ്ടാകുന്നത്. എങ്ങനെ തയ്യാറെടുപ്പ് റജബിൽ നമ്മൾ എടുക്കണം? 1-2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. ഓരോ വിശ്വാസിയും ആ തയ്യാറെടുപ്പ് ആരംഭിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബിന്റെ തയ്യാറെടുപ്പ് ഒരുപാടുണ്ട്. ശാരീരികമായി ഒരുങ്ങണം, മാനസികമായി ഒരുങ്ങണം, ആത്മീയമായി ഒരുങ്ങണം. ഏറ്റവും പ്രധാനം നമ്മളുടെ ആത്മീയമായ ഒരുക്കമാണ് റജബിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുങ്ങേണ്ടത് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടാണ്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒന്നാമതായിട്ടുള്ള ഒരുക്കം. കാരണം എന്താ? ജീവിതത്തിൽ കഴിഞ്ഞുപോയ നാളുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയാണ്, നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എത്രയാണ്, ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മൾ അതൊക്കെ കണക്കെടുക്കണം, അതൊക്കെ നമ്മൾ സ്വയം വിചാരണ നടത്തണം. അങ്ങനെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധിക്കുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ. ഇനി ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ഞാനങ്ങനെ പാപങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ എന്ന്. പലരുടെയും തെറ്റിദ്ധാരണ അങ്ങനെയാണ്, ഞാനങ്ങനെ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നാ. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴും നമ്മളുടെ സ്വയം തെറ്റ് കണ്ടുപിടിക്കാൻ ഇതുവരെ നമുക്ക് പലർക്കും സമയം കിട്ടിയിട്ടില്ലല്ലോ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ കാര്യം ഒന്നാമതായി പറയുന്നു, പിന്നെ എന്നോട് ഞാൻ പറയുന്നതിനോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനിത് പറയുന്നു എന്ന് മാത്രം. നമ്മളുടെ തെറ്റുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും വീണ്ടും വിചാരമുണ്ടാകണം, മനസാന്തരമുണ്ടാകണം. അതിനാണ് തൗബ. ഇനി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പശ്ചാത്തപിക്കണ്ടേ? ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ലെന്ന് വെച്ചോളീൻ, അള്ളാഹുവിനോടുള്ള അടിമത്തത്തെ നമുക്ക് പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട് മുത്തുനബിയെ കുറിച്ച്, പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിന്റെ പവിത്രതയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. തമാശയ്ക്ക് പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല, ഒരാളെ പോലും ഒരു വാക്കുകൊണ്ട് ഹബീബ് വേദനിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വാക്കോ നിലപാടോ പ്രവാചകനിൽ നിന്നുണ്ടായിട്ടില്ല. എന്നിട്ടും തങ്ങൾ പറഞ്ഞതെന്താ? ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. ഒരു ദിവസം ഞാൻ എന്റെ പണ്ടച്ചവനോട്, ഞാൻ എന്റെ റബ്ബിനോട് ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, തൗബ ചെയ്യുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 വട്ടം. നമുക്ക് എത്ര വട്ടം കഴിയുന്നുണ്ട്? മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ അവിടത്തെ അടിമത്വത്തെ, അവിടത്തെ ഉബൂദിയത്തിനെ പ്രകടമാക്കാൻ ഏത് സന്തോഷം വന്നാലും ഏത് വിജയം വന്നാലും അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറയുന്നത് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ എന്നാണ്. ഞാൻ ഓതി വെച്ച സൂറത്താണ് സൂറത്തുൻ നസ്ർ. പരിശുദ്ധമായ മക്ക വിജയിച്ച് സന്തോഷത്തോടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഇതാ പരിശുദ്ധമായ മക്ക നിങ്ങളുടെ കയ്യിൽ വരികയാണ്. നീണ്ട 10 വർഷത്തെ പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് പരിശുദ്ധമായ മക്ക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും തിരിച്ചു പിടിക്കുന്നത്. ഖുറൈശികളുടെ കയ്യിൽ, മുശ്രിക്കീങ്ങളുടെ കയ്യിൽ, കഅബ ശരീഫിന്റെ ഉള്ളിൽ പോലും അവർ കണ്ട വിഗ്രഹങ്ങളെയും പ്രതിമകളെയും പ്രതിഷ്ഠകളെയും വെച്ചുകൊണ്ട് ശിർക്കിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി കഅബയെ വെച്ചിരുന്നു ഒരു കാലത്ത് ഖുറൈശികൾ. അതിൽ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു, ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവസാനം ഹിജ്റയുടെ 10-ാം വർഷം പരിശുദ്ധമായ കഅബ സമാധാനത്തോടുകൂടി, വളരെ സമാധാനപരമായിട്ട് യുദ്ധച്ചൊരിച്ചിലുകളില്ലാതെ കഅബ ശരീഫ് ഫത്ഹായി, മക്കം ഫത്ഹായി. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. നബിയെ, ആ അള്ളാഹുവിന്റെ സഹായം വന്നാൽ, ആ പരിശുദ്ധമായ മക്ക വിജയിച്ചാൽ, ജനങ്ങളെല്ലാം ഇസ്ലാമിന്റെ വിജയം കണ്ടിട്ട് കൂട്ടം കൂട്ടമായി, സംഘം സംഘമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. നബിയെ, അങ്ങക്ക് ശാരീരികമായ അധ്വാനം കുറയ്ക്കാം,
അങ്ങക്ക് ശാരീരികമായ പരിശ്രമങ്ങൾ, ജിഹാദിന്റെ മാർഗത്തിലുള്ള തയ്യാറെടുപ്പുകൾ കുറയ്ക്കാം. പക്ഷേ അങ്ങയുടെ നാവ് കൊണ്ടുള്ള തസ്ബീഹ് കുറയ്ക്കണ്ട, അധികരിപ്പിക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിനോടുള്ള ഹംദും തസ്ബീഹും ചൊല്ലണേ നബിയേ. വസ്തഗ്ഫിറുഹു വസ്തഗ്ഫിറുഹു, നബിയേ അല്ലാഹുവിനോട് അങ്ങ് ഇസ്തിഗ്ഫാറും ചൊല്ലണേ, പൊറുക്കലിനെ തേടണേ. ഈ കൽപ്പന ഒന്നാമതായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്തിനാണ് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞത്? നബി തങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തോ? നബി തങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടാണോ? ഇസ്ലാമിന് വേണ്ടി അവിടത്തെ ജീവിതം മുഴുവനും മാറ്റിവെച്ച ഒരു പുരുഷായുസ് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി മാറ്റിവെച്ച ഹബീബ് ഒരു സന്തോഷത്തിന്റെ വേള മക്ക, പരിശുദ്ധമായ മക്ക വിജയിച്ചടക്കി ആ കഅബ ശരീഫിലുള്ള വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും എല്ലാം തച്ച് തകർത്ത് അവിടെയെല്ലാം പരിശുദ്ധമാക്കിയ തൗഹീദ് സ്ഥാപിച്ചതിന്റെ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വസ്തഗ്ഫിറുഹു, ഇനി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന്. തെറ്റ് ചെയ്തിട്ടല്ല, അള്ളാഹുവിനോടുള്ള അടിമത്വം. നമ്മൾ എന്തോ ആണെന്ന് നമ്മൾ തോന്നുമ്പോൾ, എന്തൊക്കെയോ വലിയ നന്മകൾ നമ്മൾ ചെയ്തു എന്ന് തോന്നുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലണം. അതിനാണ് നമ്മൾ നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് സലാം വീട്ടിയ ഉടനെ നമ്മൾ പറഞ്ഞ വാക്കെന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിസ്കാരം തെറ്റാണോ? നിസ്കാരം നമ്മൾ ചെയ്തത് കുറ്റമാണോ? അല്ല. നിസ്കരിച്ച് സലാം വീട്ടുമ്പോൾ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് തോന്നിപ്പോകും. അപ്പോൾ അള്ളാഹുവിന്റെ ഒരു സാധുവായ അടിമയാണ്. ഈ നിസ്കരിച്ച നിസ്കാരത്തിൽ എന്തെല്ലാം തെറ്റുകൾ നിനക്ക് സംഭവിച്ചേക്കാം. പടച്ചവനെ എനിക്ക് പുറത്തു തരണേ, ഞാൻ നിന്റെ ഒരു അടിമയാണ്, നീ എന്റെ ഉടമയാണ്, നീ എനിക്ക് പുറത്തു തരണേ. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയാനുള്ളതാണ്. ഏത് നന്മ ചെയ്താലും അങ്ങനെ തന്നെ. തിന്മ ചെയ്തിട്ട് മാത്രമല്ല ഇസ്തിഗ്ഫാർ, തൗബ. നന്മ ചെയ്താലും നമുക്ക് ആ നന്മയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ വന്നോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലണം. റജബ് മാസം അതിനു വേണ്ടിയുള്ളതാണ്. കഴിഞ്ഞുപോയ മാസങ്ങളില്, കഴിഞ്ഞുപോയ നാളുകളില് പടച്ചവനെ നിന്നെ ഓർക്കാതെ, നിന്നെ ഓർമ്മിക്കാതെ, നീ തന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു തെറ്റും ചെയ്തില്ലെന്ന് തോന്നിയാലും ഇസ്തിഗ്ഫാർ കുറയ്ക്കണ്ട. മഹാനായ ഒരു വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ദാസൻ സിറിയത്തു സിഖത്തി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഒരു അൽഹംദുലില്ല പറഞ്ഞതിന്റെ പേരിൽ 30 വർഷക്കാലം ഇസ്തിഗ്ഫാർ ചൊല്ലിയത്രേ. അൽഹംദുലില്ല എന്ന് പറയുന്നില്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹ് ചെയ്ത ഒരു അനുഗ്രഹത്തെ നമ്മൾ കാണുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാ. സ്വർഗത്തില് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ വലിയ പ്രതിഫലത്തിന് കാരണമാകുന്ന ഒരു നന്മയാണ് അൽഹംദുലില്ലാ. ഏത് നല്ല കാര്യമുണ്ടായാലും, അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹം നമുക്കുണ്ടായാലും നമ്മൾ എന്ത് അൽഹംദുലില്ലാ പറയണം. പക്ഷേ മഹാനായ ഈ സിറിയ സഖത്തി റളിയല്ലാഹു അൻഹു ഒരു അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ പേരിൽ 30 വർഷക്കാലം ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന്. എന്തിനാണ്? മഹാനവറുകൾ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഷോപ്പുകൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു തീപിടുത്തമുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ഷോപ്പിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മാർക്കറ്റ് ഏരിയ മുഴുവനും തീപിടിച്ച് നശിച്ചു, പക്ഷേ നിങ്ങളുടെ കടയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഇത് കേട്ട് പെട്ടെന്ന് അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പക്ഷേ നിമിഷങ്ങൾ കഴിഞ്ഞ് സിറിയ സഖത്തി റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു, പടച്ചവനെ എന്റെ ഷോപ്പിനൊരു കേടുമില്ല, കത്തി നശിച്ചില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ നിന്നെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ എത്രയോ സഹോദരങ്ങളുടെ ഷോപ്പുകൾ അവിടെ കത്തി നശിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ വിഷമമായി, നഷ്ടമായി. അത് ഞാൻ ഓർക്കാതെയല്ലേ ഞാൻ എന്റെ കാര്യം മാത്രം വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞത്. ആലോചിക്കണം മുഅ്മിനീങ്ങളെ, ആ ഒരു അൽഹംദുലില്ലാ മറ്റുള്ളവരുടെ കാര്യം ഓർക്കാതെ എന്റെ കാര്യം മാത്രം നോക്കി ഞാനൊരു സെൽഫിഷായ ഒരു സ്വാർത്ഥനായി ഞാനൊരു അൽഹംദുലില്ലാ പറഞ്ഞു. ഇത് തെറ്റാണ് എന്റെ നിലപാട്, എന്റെ മാനസികാവസ്ഥ. അവിടെ മറ്റുള്ളവരുടെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ വിഷമങ്ങളും കാണേണ്ടതിന് പകരം ഞാനൊരു അൽഹംദുലില്ലാ പറഞ്ഞു പോയല്ലോ. അതിന്റെ പേരിൽ പിന്നെ 30 വർഷക്കാലം അദ്ദേഹം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ഇസ്തിഗ്ഫാർ ചൊല്ലി. കാരണം അദ്ദേഹം ഓർത്തത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വചനം എന്താണ്? നിങ്ങളിൽ ഏതൊരാളിന്റെയും ഈമാൻ പരിപൂർണമാകണമെങ്കിൽ, വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ, അവന്റെ സഹോദരന് അവൻ എല്ലാത്തിനെയും ഇഷ്ടപ്പെടണം. അവന് ഏതൊക്കെ ഇഷ്ടമാണോ അതൊക്കെ അവന്റെ സഹോദരന് കിട്ടണമെന്ന് ആഗ്രഹിക്കണം. അവന് ഏതൊക്കെ വെറുപ്പാണോ, അവൻ ഏതൊക്കെ കിട്ടരുതെന്ന് അവൻ വിചാരിക്കുന്നു, അതൊക്കെ തന്റെ സഹോദരന്മാർക്കും ഉണ്ടാകുന്നതിന് അവൻ ഇഷ്ടപ്പെടാൻ പാടില്ല. അഥവാ എനിക്ക് ഒരു നന്മയുണ്ടായാൽ അത് ലോകത്തുള്ള എല്ലാവർക്കും ആ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് മുഅ്മിൻ. അത്രയും വിശാലമായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ഹൃദയം. ഇവിടെ എത്രയോ പാവങ്ങളുടെ കടകൾ കത്തി നശിച്ചു, എന്നിട്ടല്ലേ ഞാനൊരു അൽഹംദുലില്ലാ പറഞ്ഞത്? എന്റെ മുഅ്മിനീങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇനി ഒരു തെറ്റും ചെയ്യുന്നില്ല. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവ് കൊണ്ടോ നമ്മളുടെ കൈകൾ കൊണ്ടോ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് നമ്മൾ വെച്ചാൽ പോലും, എന്ന് വിചാരിച്ചാൽ പോലും, നമ്മളുടെ ഹൃദയം കൊണ്ട് ഇതുപോലെ എത്രയോ തെറ്റുകൾ വരാം. മറ്റുള്ളവർക്ക് വരുന്ന പരാജയം നമുക്ക് സന്തോഷമായാൽ അതൊരു തെറ്റല്ലേ? മറ്റുള്ളവർക്കുണ്ടാകുന്ന വിജയം നമുക്കൊരു ദുഃഖത്തിന് കാരണമായാൽ അത് നമുക്കുണ്ടാകുന്ന പാപമാണ്. വാക്കുകളൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഇടപെടലുകളിൽ, നമ്മളുടെ പെരുമാറ്റങ്ങളിൽ, നമ്മളുടെ സംസാരങ്ങളിൽ ആർക്കെല്ലാം വേദനകൾ ഉണ്ടാകുന്ന വാക്കുകൾ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരുടെ കുത്തി നോവിക്കുന്ന വാക്കുകൾ ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന വാക്കുകൾ പറയുന്നവൻ അവനാണ് വൈലെന്ന് നരകമെന്ന് പരിശുദ്ധ ഖുർആൻ. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. ഒരു തിന്മകളും ചെയ്യണ്ട. ആളുകളുടെ മുമ്പിൽ ഏറ്റവും മാന്യനായാൽ മതി. പക്ഷേ നിന്റെ വാക്കുകൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളിന്റെ മനസ്സിന് വേദനയുണ്ടായാൽ, ഇനി മറ്റൊരാളിന്റെ വേദനയിൽ നിന്റെ മനസ്സിന് ദുഃഖമുണ്ടായാൽ, മറ്റൊരാളിനുണ്ടാകുന്ന നഷ്ടം കൊണ്ട് നിന്റെ മനസ്സിൽ സന്തോഷമുണ്ടായാൽ അതും പാപമാണ്, പാപമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റജബ് വരികയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിൽ നിയത്താക്കണം. അല്ലാഹു പുണ്യ റമളാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുണ്ടാകണം. റജബിന്റെ ബറക്കത്തിന് വേണ്ടി, ശഅബാനിന്റെ ബറക്കത്തിന് വേണ്ടി. അല്ലാഹ് ജീവിതത്തിൽ തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒരു റമളാൻ കിട്ടുക എന്നുള്ളതാണ്. അതിന് റജബ് മുതലേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പരിശുദ്ധരാകണം, മനസ്സുകൊണ്ട് പരിശുദ്ധരാകണം, നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് പരിശുദ്ധമാകണം, ആത്മീയമായി പരിശുദ്ധമാകണം. അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് അള്ളാഹുവിനോട് തൗബ ചെയ്യലാണ്. ആത്മാർത്ഥമുള്ള തൗബ ചെയ്യലാണ്. ആത്മാർത്ഥമില്ലാത്ത ഇസ്തിഗ്ഫാർ അള്ളാഹു വലിച്ചെറിയും. മഹാന്മാർ പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാറും ബിലാ ഇഖ്ലാഅ്, തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അള്ളാഹുവിനോട് വെറുതെ നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ അള്ളാഹ്, പുറത്തു തരണേ അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നില്ല. ഇത് തൗബത്തുൽ കദ്ദാബീൻ, ഇത് പെരുങ്കള്ളന്മാരുടെ തൗബയാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അള്ളാഹുവിനോട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അത് കാരണമായി ഒരുപാട് അസ്തഗ്ഫിറുല്ലകൾ പിന്നെ പറയേണ്ട കാരണങ്ങളിലേക്ക് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞതിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ, അതിലെന്തെങ്കിലും കാപട്യം വന്നാൽ അത് കാരണമായി വേറെ ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനോട് തൗബ ചെയ്ത് നമ്മളുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കി, മറ്റുള്ളവരുടെ സന്തോഷം നമ്മളുടെ സന്തോഷമാക്കി മാറ്റി, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നമ്മളുടെ ദുഃഖമായി മാറ്റി ഈ റജബിനെ വരവേൽക്കാൻ. റജബിൽ അങ്ങനെ പവിത്രകൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകൾ നമ്മൾ പറയണം. അതുപോലെ പിന്നെ ശഅബാൻ, പിന്നെ നമ്മൾക്ക് വരുന്ന അനുഗ്രഹത്തിന്റെ മന്ദമാരുതനുമായി കടന്നു വരുന്ന പുണ്യ റമളാൻ. അള്ളാഹു നമ്മെ എല്ലാം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ പുണ്യമാസത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ.